സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന 3 പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വരുന്നുണ്ട്. ഹൈക്കോടതിയാണ് അതിന്മേൽ ഇന്ന് വിധി പറയാനിരിക്കുന്നത്. അപ്പോൾ പ്രതികൾക്ക് ഇന്ന് നിർണായകമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം തന്ത്രി കണ്ഠരാജിവർക്കായുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷ നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. അപ്പോൾ വിവരങ്ങൾക്കായി പോകാം. വിജിൻ വയന്തോട വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഇന്നിപ്പോൾ ഏറ്റവും 3 പ്രധാനപ്പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ നോക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊല്ലം വിജിലൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കേസിന്റെ ഒരു വ്യാപ്തിയും അതിന്റെ ഒരു അന്വേഷണം നിർണായക ഘട്ടത്തിലിരിക്കുന്നതും കണക്കിലെടുത്ത് ആർക്കും ജാമ്യം നൽകാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികൾക്ക് പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ച് ED ഒക്കെ ഇടപെട്ട് നിർണായകമായ രേഖകൾ പിടിച്ചെടുക്കുകയും കണ്ടെത്തലൊക്കെ നടത്തുന്ന ഒരു സമയത്ത് ഏതെങ്കിലും പ്രതികൾക്ക് ഇതിൽ ജാമ്യം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ വിജിൻ? ജിൽസി സൈഫുദ്ദീൻ, അതായത് രണ്ട് കോടതികളിലാണ് 2 ജാമ്യാപേക്ഷ ഇന്ന് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിട്ടില്ല. ആ കുറ്റപത്രം നൽകാതെ 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായ ജാമ്യം വേണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണം ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തത്. അതിനെ പ്രോസിക്യൂഷൻ പക്ഷേ ഗണ്ണിച്ചില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ ജില്ലയിലേക്ക് എത്താൻ, പത്തനംതിട്ട ജില്ലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് തടയണം. ഒപ്പം തന്നെ ആഴ്ചയിൽ 3 ദിവസത്തിൽ ഒരിക്കൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നതുൾപ്പെടെയുള്ള ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ജാമ്യം അനുവദിക്കാം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പത്തിൽ മാത്രമാണ് ഇപ്പോൾ 90 ദിവസം പിന്നിട്ടിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നത്. അത് ദ്വാരപാലക ശില്പ കേസിലാണ്. അപ്പുറത്ത് കട്ടിലപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ആ കേസിൽ 31 തീയതിയാണ് അതിന്റെ 90 ദിവസം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാലും ഈ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പ്രധാനമായും വലിയ എതിർപ്പ് ഉന്നയിക്കാതിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 31 തീയതിക്ക് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും സ്വാഭാവികമായും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ അതിലെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങില്ല എന്നുള്ളതാണ് നിലവിൽ പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു വാദം പ്രോസിക്യൂഷൻ നിരത്തുകയും ചെയ്തത്. എന്തായാലും അതിൽ സുപ്രധാനമായ ഒരു വിധി ഇന്നുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റതാണ് A. പത്മകുമാറിന്റെയും ഒപ്പം തന്നെ മുരാരി ബാബുവിന്റെയും വ്യവസായി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ. അത് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നു എന്നുള്ളത്. പലതവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഒക്കെ കേസിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കോടതികൾ സ്വീകരിച്ചിരുന്നു, ഹൈക്കോടതിയും സ്വീകരിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നിലവിൽ എന്തായാലും ഇന്ന് ജാമ്യ ഹർജി വരുന്നത്. അതിൽ എന്ത് തീരുമാനം കോടതി കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും കേസിന്റെ ഗൗരവം ഓരോ ദിവസം കഴിയുമ്പോഴും അത് വർദ്ധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട്, അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഈ കേസ് കൂടുതൽ ഗൗരവമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ 3 പേരുടെയും ജാമ്യഹർജിയിൽ വിധി അത് അവർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ ഇനി ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും നിലവിൽ ഉള്ള സാഹചര്യം അനുസരിച്ച് ജാമ്യം നൽകാതിരിക്കാനുള്ള സാധ്യതയാണ് ഇവർക്ക് കാണുന്നത്. ഒപ്പമാണ് ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷ. അത് കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്നെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. അത് നാളെയാണ് പരിഗണിക്കുന്നത്. അതിലും ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം, കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ, ഒപ്പം തന്നെ കൂടുതൽ തെളിവ് ശേഖരണം ഉൾപ്പെടെ നടത്തണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ SIT കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും വീണ്ടും തന്ത്രിയെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്.